എല്ലാവർക്കും നമസ്കാരം. ഇത് കുറച്ച് മുൻപ് എടുത്ത വീഡിയോ ആണ്. ഞാൻ നവംബർ മാസം നാട്ടിൽ പോയപ്പോൾ പറശ്ശിനി മുത്തപ്പനെ കാണാൻ പോയി. ഞങ്ങൾ കണ്ണൂരുകാർ നാട്ടിലെത്തിയാൽ ആദ്യം മുത്തപ്പനെ തൊഴാൻ പോകും. അങ്ങനെ അപ്പോഴെടുത്ത വീഡിയോ ആണിത്. ഞങ്ങൾ പോകുമ്പോൾ അവിടെ മുത്തപ്പൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി മുത്തപ്പനെയൊക്കെ തൊഴുത് പിന്നെ ഇതേ വഴിപാട് കൗണ്ടറിൽ വന്ന് വഴിപാടൊക്കെ കഴിപ്പിച്ച് അതിനുശേഷം ഞങ്ങളിതാ പ്രസാദം കഴിക്കാൻ പോയിരുന്നു. പ്രസാദത്തിൻ്റെ അവിടെയൊന്നും ഞങ്ങൾ പോയ ദിവസം മുത്തപ്പൻ്റെ അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, വൈകുന്നേര സമയമായിരുന്നു. അപ്പോൾ പ്രസാദവും കഴിച്ച് അതൊക്കെ ഞങ്ങളൊന്ന് സൈഡിലൊക്കെ പോയി അതിന് ബോട്ട് യാത്രയൊക്കെ ഇല്ലേ, അവിടെയൊക്കെ പോയി ഒന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ സമയം അവിടെ ഇരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു, തണുപ്പും പിന്നെ ഒരു നല്ലൊരു സന്ധ്യാസമയത്തുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ അതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു, വണ്ടി വെച്ച സ്ഥലത്തേക്ക് നടന്ന് അവിടെ നിന്ന് സ്റ്റാളിലൊക്കെ കയറി. ഈ കടയിൽ വന്നിട്ടേ ഉള്ളത് തുടർന്ന് കുറേ പർച്ചേസിങ്. ഇതെന്തിനാണ് എനിക്ക് ഈ സാധനം കാലിന് കിട്ടുന്നത്? ഇതിൽ പക്ഷേ ഒറ്റയൊന്നുമില്ല, കാല് കാട്ടാൻ്റെ ഇതിലൊന്നല്ലേ ഉള്ളൂ. പറശ്ശിനിയിൽ നിന്ന് നേരെ നമ്മൾ പോയത് പാപ്പിനിശ്ശേരി ശിവക്ഷേത്രത്തിലാണ്. അവിടെ വൃശ്ചിക കൊടിയേറ്റ് ഉത്സവം നടക്കുന്നുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം പോയതിന് ശേഷം, ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ ഉത്സവം കൂടുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ഉത്സവം കൂടാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിലെ ഞാൻ സ്ഥിരം വരുന്ന അമ്പലമാണിത്. ശനിയാഴ്ച ദിവസങ്ങളിലെല്ലാം ശനിയാഴ്ച ഞാൻ കല്യാണത്തിന് മുൻപേ ഇവിടെ വരാറുണ്ട് തൊഴാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ ഒരുപാട് മാറ്റം ആയി ഇവിടെ, കുറേ പുതിയ ബിൽഡിങ്ങുകളും ഒക്കെ വന്നു ഇവിടെ. അപ്പം ഒരു സന്തോഷം ഇവിടെ കുറേ കാലത്തിന് ശേഷം എൻ്റെ നാട്ടിലും നാട്ടുകാരെയും ഉത്സവമൊക്കെ കൂടാൻ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഉത്സവത്തിന് നല്ല ആൾക്കാരുണ്ടായിരുന്നു. അത് ഒരാഴ്ച ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഉത്സവം. എല്ലാ ദിവസവും ഭക്ഷണമൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ഉത്സവവും കണ്ടു ഭക്ഷണവും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. രാത്രി പരിപാടികളൊക്കെ ഉണ്ട്, അതൊന്നും കാണാൻ നിന്നില്ല.